നമസ്കാരം കൂട്ടുകാരെ, ഓണക്കൂട്ടുമൈ ഷെഫ് പിള്ളെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, മാളവിക ശ്രീനാഥാണ്. സ്വാഗതം ചെയ്യാം മാളവിക. ഹാപ്പി ഓണം. ഒരുപാട് സന്തോഷം ഓണത്തിന് ഷെഫിന്റെ കൂടെ ഈ പാചകവേദിയിൽ വരാൻ പറ്റിയില്ല. അതിൽ നമുക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെ കാണണം, നേരിട്ടൊരു ഷോയിലൊക്കെ പങ്കെടുക്കണമെന്നൊക്കെ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ്. ഇതിന് വന്നതിൽ ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. എങ്ങനെയാണ് ഓണം പോകുന്നത്? ഓണം ഉഷാറായിട്ട് പോണു, അടിപൊളിയായിട്ട് പോണു. ഞാൻ പട്ടാമ്പിക്കാരിയാണ്. അപ്പൊ ഇപ്പോ സിനിമയ്ക്കൊക്കെ വേണ്ടി കൊച്ചിയിലോട്ട് മാറി. അപ്പൊ 2 കൊല്ലമായിട്ട് ഓണം കൊച്ചിയിലാണ്. ഓക്കെ, എങ്ങനെയുണ്ട് പാലക്കാട്ട്? നമുക്കൊരു ഓണം നമുക്കറിയാം, ഒരു ചിന്ത. പാലക്കാട് ഓണം ബിസി ആയിട്ടുള്ള കൊച്ചിയിൽ ഓണമായിട്ട് എങ്ങനെയാണ്? ആ 2 വർഷം കൊണ്ടുള്ള മാറ്റം എന്തൊക്കെയാണ്? പട്ടാമ്പിയിലാവുമ്പോ ഞാൻ ജനിച്ചു തൊട്ട് എന്റെ അമ്മ കിഡിലൻ കുക്കാണ്. അപ്പൊ അമ്മയാണ് വീട്ടിലെ എല്ലാ സദ്യ ഒറ്റയ്ക്ക് അമ്മ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ശീലിച്ചു വന്നതായിരുന്നു ഇത്രയും കാലത്തെ ഓണം. കൊച്ചിയിൽ വന്നേ പിന്നെ ഓണത്തിന്റെ തലേ ദിവസം വരെ നമ്മൾ ബിസി ആയിരിക്കും, ഷൂട്ട് ഉണ്ടാവും. അപ്പൊ കൊച്ചി വന്നേ പിന്നെ നമ്മുടെ മെനു ഒക്കെ ഒന്ന് കുറഞ്ഞു, കുറച്ച് സാധനങ്ങളായി. അമ്മ ഉണ്ടാക്കി തരുന്ന പോലെ ഇവിടെ ഇല്ല ഒരിക്കലും എത്തില്ല. ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് പാക്കറ്റിൽ നിന്ന് സദ്യ വാങ്ങിക്കുന്ന ഒരു സ്റ്റൈലാണല്ലോ കൊച്ചിയില്. പക്ഷെ ഇപ്പോഴാണെങ്കിലും കൊച്ചിയിൽ വന്നിട്ടാണെങ്കിലും ഓണത്തിന് അമ്മ തന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും. ഉണ്ടാക്കുന്ന ഓണ വിഭവങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിയല് 2 ദിവസം മുന്നും കൂടി ഉണ്ടാക്കിപ്പിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കിപ്പിക്കും, അടിപൊളിയായിട്ട് ചെയ്യും. സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതൊക്കെയാണ്? ഓലൻ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്ന ഒരു ചെറിയൊരു ഓണം സ്പെഷ്യൽ ഒരു കൂട്ടുകറിയാണ്. മത്തങ്ങ, ചേന, കടല, ചെറുപയർ, അതുപോലെ കറി കുക്കുമ്പർ. അപ്പൊ ഈ കൂട്ടുകറിയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഇന്ന് ക്രോക്കർ ഓട്സ് വെച്ചിട്ടാണ്. സാധാരണ ഓട്സ് ഒക്കെ എല്ലാവരും പായസമൊക്കെ വയ്ക്കും, പക്ഷേ കറികളിലും ഇത് ഉൾപ്പെടുത്താവുന്നതാണ് ഏറ്റവും വലിയൊരു രസം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ കുറേ ഫസ്റ്റ് ഇത് തുടങ്ങിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് മാളവിക എടുത്ത്. തേങ്ങ, അതുപോലെ ചേന, വെള്ളരിക്ക, അത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും. കുറച്ച് പച്ചമുളക് ഇട്ടു, ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാനുള്ള പരിപാടിയാണ്. ഷെഫിന് വെജ് ഐറ്റംസ് കുക്ക് ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം സീ ഫുഡ് കുക്ക് ചെയ്യാണ്. പക്ഷേ വെജിറ്റേറിയൻ കുക്ക് ചെയ്തിട്ട് ഒരാളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നല്ല സ്കില്ലോട് കൂടി ഉണ്ടാക്കിയാൽ മാത്രമാണ്. പച്ചക്കറിക്ക് സ്വാഭാവികമായിട്ടുള്ള വലിയ രുചിയൊന്നുമില്ല. ഇപ്പോൾ ചെമ്മീൻ അല്ലെങ്കിൽ കണവ അല്ല ഞണ്ട്, ഇതിന് ഓൾറെഡി ഒരു രുചിയുണ്ട്. അപ്പോൾ അത് ബേസിക്കായിട്ട് ചെയ്താൽ പോലും ആരെ വേണേലും ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ പച്ചക്കറി അങ്ങനെയല്ല. പച്ചക്കറിക്ക് അതിനെ ഒരു കറിയാക്കി മാറ്റി ആളുകൾക്ക് സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിന് കറക്റ്റായിട്ട് എല്ലാം ചെയ്യണം. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു അസാധ്യ കുക്കായി. അതാണ് ഇപ്പം മാളവിക തന്നെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അസാധ്യമായ നന്നായിട്ട് പാചകിക്കുന്ന ഒരാളാണെന്നുള്ളത്. അമ്മ ഷെഫിന്റെ വലിയ ഫാൻ കൂടിയാണ്. ലേശം നമ്മൾ ഉപ്പിടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് ഇത് വേവിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് നമ്മുടെ ഈ കറിയുടെ ഏറ്റവും നേരത്തെ ഓട്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ കടലയും പയറും വേവിച്ച് വെച്ചിട്ടുണ്ട്, ഇതുകൂടെ ചേർക്കും. പിന്നെ ഇതിന് അരപ്പ്, നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കറിക്ക് തേങ്ങയുടെ അരപ്പാണ്, പക്ഷെ അവിടെയാണ് ഇത് വ്യത്യാസം. ഈ കടലയും പയറും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ ആവശ്യമില്ല, ഈ അരപ്പാണ് ഇതിനെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് അരച്ചും വെച്ചിട്ടുണ്ട്, അത് ബൈറ്റായിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം തേങ്ങയും ഓട്സും കൂടെ ഇത്തിരി എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വറുത്തതിനകത്ത് ലാസ്റ്റ് ഇട്ടിട്ട് ഉഴുന്ന് പരിപ്പും കടുകും കൂടെ താളിക്കുകയാണ്. ഇതാണ് സംഭവം. ഓക്കെ, അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇത് ഒന്ന് വെന്തോട്ടെ. മാളവിക എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വരിക, ഈ ഒരു രീതിയിലേക്ക് എത്തപ്പെട്ടത്? ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ച് സിനിമയിലെത്തിയ ഒരാളാണ്. എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫറാ. അപ്പൊ ചെറുപ്പം തൊട്ടേ സ്റ്റുഡിയോയിലൊക്കെ പോയി ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ടിവിയിലും തിയേറ്ററിലൊക്കെ ഇങ്ങനെ എന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു 12th കഴിഞ്ഞിട്ട് കോളേജിലൊക്കെ പോകുന്ന ടൈം തൊട്ടേ കൊച്ചിയിൽ ഓഡീഷനൊക്കെ വന്ന് ഒരു 5-6 കൊല്ലം ഞാൻ ഓഡീഷൻസ് മാത്രമായിട്ട് കുറേ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഒരു ബാഗും പിടിച്ച് നടക്കും. എല്ലാ ഓഡീഷൻസിനും പോവും. അന്ന് കൊച്ചിയൊന്നും നമുക്ക് അറിയില്ല, കൊച്ചി സ്ഥലങ്ങളൊന്നും അറിയില്ല. അങ്ങനെ കുറേ കാലം കഷ്ടപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് ഞാൻ മധുരം എന്ന് പറഞ്ഞൊരു മൂവിയിൽ ചെറിയൊരു ക്യാരക്ടർ റോളിൽ ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. 6 years കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം ആഗ്രഹിച്ചു. 30 വർഷത്തോളം ജോലി ചെയ്തിട്ടാണ് 2 വർഷത്തിന് മുമ്പ് ബിസിനസ് ആയിട്ട് ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ബ്രാൻഡായിട്ട് ഹോട്ടലിലുള്ളത് കൃഷ്ണൻ നായർ സാറാണ്. അദ്ദേഹമാണ് ലീല ഗ്രൂപ്പ് തുടങ്ങിയത്. 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹോട്ടൽ ബോംബെയിൽ ലീല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ, കണ്ണൂരുള്ളതാണ് കൃഷ്ണൻ നായർ കണ്ടത്. അപ്പോൾ ലീല എന്നുള്ള ഹോട്ടൽ കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ബോംബെയിൽ 65-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ആദ്യ ഹോട്ടൽ ഉണ്ടാവുന്നു. അതിനുശേഷം
ഗോവയിലും ബാംഗ്ലൂരും 3 ഹോട്ടൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഹോട്ടൽ അല്ലെ ഹോസ്പിറ്റാലിറ്റിയിൽ പോയ ഒരാളാണ്. അപ്പം പ്രായമൊന്നുമല്ല, അത് ഉള്ളിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിന് പല ബിസിനസ് ഉണ്ടായിരുന്നു. ഉള്ളിലുള്ള ഒരു ആഗ്രഹം വെച്ചിട്ട് എത്ര വർഷം എടുത്തു എന്നുള്ളതല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് പിറകെ നിൽക്കുക, ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. 6 years ഓഫ് മൾട്ടിപ്പിൾ ഓഡിഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യ സിനിമ മധുരം വരുന്നു, അതിനുശേഷം കാസർഗോഡ്, പിന്നെ സാറ്റർഡേ നൈറ്റ് ആൻഡ് കാസർഗോഡ്, അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആണ്. അപ്പോൾ ഇതിനേക്കൊക്കെ വരാൻ താല്പര്യമുള്ളവർ ആദ്യത്തെ 1-2 റിജക്ഷൻ അല്ലെങ്കിൽ കുറേ നാൾ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞു ഇതൊന്നും പെർമനന്റ് അല്ല എന്നുള്ളതല്ലേ? അതെ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ആഗ്രഹം അത്രയും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കും. ശരി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും 6 years കഴിഞ്ഞിട്ട് ഇപ്പം ഒരു മികച്ച 3 സിനിമയിൽ വന്ന് ശ്രദ്ധിക്കുന്ന വേഷങ്ങൾ ചെയ്തു. അപ്പോൾ ഇനി അപ്പോൾ നമുക്കൊരു അടുത്തൊരു ഗോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓക്കെ, ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ആ ഫസ്റ്റ് എടുത്ത എഫർട്ടിൻ്റെ റിസൾട്ട് വന്ന് തുടങ്ങി. ഇനി അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ മാളവിക എന്തൊക്കെ എഫർട്ടാണ് എടുക്കുക? കുറച്ചു നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, നല്ല നല്ല വേഷങ്ങൾ ചെയ്യണം, ചിലപ്പോൾ അന്യഭാഷയിലായിരിക്കാം, അല്ലെങ്കിൽ പാൻ ഇന്ത്യയിലൊക്കെ പോകണമെന്നൊക്കെയുള്ള ഓരോരോ ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നെക്സ്റ്റ് പ്ലാൻസ്? എനിക്ക് സിനിമയിൽ വന്നപ്പോഴാണ് ഇങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ആവുന്നേ. ഞാൻ അഭിനയം പഠിച്ചിട്ടില്ല, അതിന്റെ ABCD അറിഞ്ഞൂടാ, ആഗ്രഹം കൊണ്ട് വന്നതാണ്. അതെ, ഇപ്പൊ വന്നപ്പോഴാണ് നമ്മൾ ഈ ക്യാരക്ടറിൽ ഇൻവോൾവ് ആവുക, എങ്ങനെ നമുക്കൊരു ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കുറേ ഡയറക്ടേഴ്സിന്റെ അടുത്തുനിന്നും ആക്ടേഴ്സിന്റെ അടുത്തുനിന്നും, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത നിവിൻ ചേട്ടനാണെങ്കിലും ആസിഫ്ക്ക് ആണെങ്കിലും എല്ലാവരുടെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് വേറെ വേറെയാ. ഇപ്പൊ ആസിഫ്ക്കയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് സ്പോട്ടിൽ നമുക്ക് ആൾ തരുന്ന ഡയലോഗിനെ എങ്ങനെ റിയാക്ട് ചെയ്യാം, നമ്മുടെ കയ്യിൽ നിന്ന് സ്ക്രിപ്റ്റ് ഇട്ടിട്ട്, അതായത് ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് കുറേ ആക്ടേഴ്സിന്റെ അടുത്ത് നിന്ന്. ഒരു ലേണിംഗ് പ്രോസസ് തന്നെയാണ്. ഇപ്പോഴും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടേ ഉള്ളൂ, ചെറിയൊരു സ്റ്റെപ്പ് എടുത്തിട്ടേ ഉള്ളൂ. ഇനി വലിയ വലിയ ഉയരങ്ങളിൽ കയറണം എന്നാണ് ആഗ്രഹം. ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ വെക്കുക, അതിപ്പം ഓട്ടോമാറ്റിക്കലി ഇപ്പം നല്ല റോഷൻ ആൻഡ്രൂ സാറിന്റെ പടത്തിൽ. അതെ, റോഷൻ ആൻഡ്രൂ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഷെഫിന്റെ ഫുഡ് കഴിക്കുന്നത് സാറ്റർഡേ നൈറ്റിന്റെ ഷൂട്ടിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫസ്റ്റ് നായികയായിട്ട് വരുന്നതല്ലേ. അപ്പൊ റോഷൻ ആൻഡ്രൂ സാറ് ലീലയില് എന്നെയും അമ്മേനെയും വിളിച്ച് നാളേക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാൻ വേണ്ടി ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഷെഫിന്റെ ഫുഡാണ് അവിടുന്ന് സ്പെഷ്യൽ ആയിട്ട് അന്ന് വാങ്ങി തന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം വിളിച്ചിങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഫുഡ് വേണം വിളിച്ച. അന്ന് എന്റെ ടേബിൾ നിറച്ച്, ഞാൻ ആദ്യമായിട്ട് ടേബിൾ ഫുൾ ഫുഡായിരുന്നു അന്ന്. ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഷെഫിന്റെ ഫുഡ് ഞാൻ കഴിക്കുന്നത്. വെരി ഗ്രേറ്റ്ഫുൾ. എന്റെ ഫസ്റ്റ് മൂവിയുടെ അത് ഷെഫിന്റെ ഫുഡ് കഴിച്ചിട്ടായിരുന്നു എന്റെ തുടക്കം. സന്തോഷം. അപ്പൊ അതുപോലുള്ള വലിയ വലിയ ചിത്രങ്ങളായിരിക്കും ഇനി വരായിരിക്കും. അപ്പൊ ഇനി നമ്മൾ കുറച്ച് കടലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. കഷ്ണമൊക്കെ ഏകദേശം വെന്ത് തുടങ്ങി. ചെറുപയർ ഏറ്റവും ലാസ്റ്റ് ആണോ നമ്മൾ ഓട്സ് ആഡ് ചെയ്യുന്നത്? ഓട്സ് ലാസ്റ്റ് വറുത്തങ്ങിടുകയാണ്. ഓട്സ് ഇഷ്ടമുള്ളതാണല്ലോ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും അല്ലേ? ഞാൻ കുറച്ച് കാലം ജിമ്മിലൊക്കെ പോകുന്ന ടൈമിൽ വെയിറ്റ് ലോസ് ജേർണിക്ക് വേണ്ടിയിട്ട് ഓട്സ് ആയിരുന്നു, കുക്കർ ഓട്സ് ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാനത് കഴിക്കും. ഇപ്പോഴും ഞാനതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫേസും നമ്മുടെ ബോഡി ആണല്ലോ നമ്മുടെ ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ തുടങ്ങി ഇപ്പൊ കുറച്ചായിട്ട്. മൂവിയിൽ വന്നേ പിന്നെയാണ് അത്രയും കോൺഷ്യസ് ആവാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറേ നമ്മളുടെ മലയാളത്തിൽ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ പല റോൾസും ചെയ്തു വെച്ചിട്ടുണ്ട്. പണ്ട് സിനിമ കണ്ടെങ്കിലും ഇപ്പോൾ ഓരോ സിനിമ കാണുമ്പോഴും വേറൊരു ആംഗിളിൽ നിന്നായിരിക്കും കാണുക. കാരണം ഞാനിപ്പോൾ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഓരോ സീൻസ് നോക്കുമ്പോൾ നമ്മൾ അവരുടെ ഓരോ റിയാക്ഷൻ, നമ്മളെല്ലാവരും ഫേസ് മാത്രമാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ വിരലുകൾ എങ്ങനെയാണ്, കാലെങ്ങനെയാണ്, അവരുടെ ചലനം എങ്ങനെയാണ്, അല്ലെങ്കിൽ വെറുതെ ഡയലോഗ്സ് ഇല്ലാത്ത സമയത്ത് സീനിലുണ്ടെങ്കിലും അവരുടെ പ്രസൻസ് എങ്ങനെയാണ്, അതൊന്നും നമ്മൾ ഇതിനു മുമ്പ് ശ്രദ്ധിക്കില്ല. നമ്മൾ ആരാണോ സംസാരിക്കുന്നത് അവരുടെ നോക്കിയിട്ട് അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ പ്രേക്ഷകർ. അപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായി ഇതൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഗണത്തിൽ നോക്കുമ്പോൾ മാളവികയ്ക്ക് ആരെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പഴയോ പുതിയതോ അല്ലെങ്കിൽ നിലവിലുള്ളതോ അങ്ങനെ ഒരു ആക്ട്രസ് ആയിട്ട് തോന്നിയത് മലയാളത്തിൽ തന്നെ വേണമെന്നില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഏറ്റവും ഞാനിപ്പോൾ റീസെന്റ് ഉർവശേശ്വര കൂടെ ഒരു മൂവി ചെയ്തു. അത് ഞാൻ അറിഞ്ഞു. അത് വലിയൊരു ഓട്ടോഗ്രാഫിന്റെ കഥയും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് എന്റെ ലൈഫിൽ ഇത്ര ഇൻസ്പയറിംഗ് ആയിട്ടൊരു ആക്ടർ, നമ്മൾ ഒരു ചെറുപ്പം തൊട്ടേ കാണുന്ന ആക്ടർ അല്ലേ, ആള് വന്ന് ഫസ്റ്റ് ടേക്കില് ആക്ഷൻ പറയുമ്പോ ക്യാരക്ടറിലോട്ട് സ്വിച്ച് ചെയ്യുന്ന കണ്ട എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്തിനാ സ്ക്രീനിന് മുന്നിൽ വന്ന് നിൽക്കുന്നേ. നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. ഇപ്പൊ ഞാനൊരു സീൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഉർവശേഷിയുടെ അടുത്ത് പോയി ചോദിക്കും, ചേച്ചി നമ്മുടെ കോമ്പിനേഷൻ സീനാണ്, ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഈ ഡയലോഗ് ഞാൻ എങ്ങനെയാ പറയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരുത്തി ഈ ഡയലോഗിൽ നമ്മുടെ ഫീലിങ്സ് എന്താണ്, ആ ക്യാരക്ടറിന്റെ മനസ്സിൽ എന്താ, നമുക്കെല്ലാം പഠിപ്പിച്ചു തന്ന് ഭയങ്കരമായിട്ട് നമ്മളെ മെന്റോർ ചെയ്യും.
ചെയ്യും, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമ്മളൊരു സ്റ്റുഡന്റ് പോലെ കണ്ട്, പിന്നെ ചേച്ചി അഭിനയിക്കുന്നത് കണ്ടാൽ നമ്മൾ മറന്നു പോകും അത് ചേച്ചിയാ നിൽക്കുന്നതെന്ന്. ആ ക്യാരക്ടറിലോട്ട് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അത് പാക്കപ്പിന്റെ അന്ന് ഉർവശി ചേച്ചിക്ക് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിന്റെ തലേ ദിവസമായിരുന്നു ഞങ്ങളുടെ മൂവിയുടെ പാക്കപ്പ്. അപ്പൊ ഞാൻ ഭയങ്കര ആഗ്രഹം കൊണ്ട് ചേച്ചിയുടെ കാരവനിൽ പോയിട്ട് ഒരു ഓട്ടോഗ്രാഫ് തരുമോ എന്ന് ചോദിച്ചു പോയപ്പോ ചേച്ചി എന്നെ അത്രയും ദിവസം മാളൂന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിൽ എഴുതിയത് എന്റെ പ്രിയ മാളൂട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നപ്പോ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മയൊക്കെ തന്ന് നന്നായി, ഇനി കുറെ മൂവീസ് ഒക്കെ ചെയ്യണം, ഇനി ഒരുമിച്ച് അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണെന്ന് പിരിഞ്ഞത്. അവരോടൊക്കെ അഭിനയിക്കാന്ന് ഓരോ മൊമെന്റ്സും അതെ അതെ. മൂവിയിൽ വന്നിട്ട് ഇപ്പൊ 3 മൂവിയിൽ തന്നെ ഋഷിയുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ ഒരു സ്ക്രീൻസ് ഷെയർ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യാണ് അതൊക്കെ. സത്യം. മാളവിക ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് വന്ന അവിടെ കുറെ പേരായിട്ട് തിരക്കണമെന്ന് പറഞ്ഞിരിക്കുക. കാസർഗോഡ് എവിടെ വീട്? കാസർഗോഡോ? അത് ശരി, ഞാൻ പട്ടാമ്പിക്കാരിയാ. മാളവിക കാസർഗോഡ് എന്നാണല്ലോ. ഞാൻ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയതൊക്കെ? ഞാൻ നെറ്റിൽ ഇങ്ങനെ വരുന്ന ഗസ്റ്റിന്റെ എല്ലാം നെറ്റിൽ നോക്കിയിട്ട് ആരൊക്കെ എന്തൊക്കെ ആരാണെന്നറിയോ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് ചാനല് തന്നിരിക്കുകയാണ് ഒരു ഗസ്റ്റ്. ഇതിപ്പോ ഓണം പ്രോഗ്രാം സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഗസ്റ്റ് വരുന്ന ഓണമാണ്, അവർക്കൊരു സ്പെഷ്യൽ സാധനം കൊടുക്കാൻ വേണ്ടി ഒരാള് പുള്ളി ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് എല്ലാ സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് സഹായിക്കാൻ വരുന്ന ആളാണ്. അദ്ദേഹം പോയി ഈ സമയത്ത് പോയി ഗൂഗിളിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ഗസ്റ്റിന് നമ്മൾ ഡീറ്റെയിൽ ഒന്നും അറിയണ്ടേ? സിനിമയൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പൊ ഈ കാസർഗോഡാണ് എന്റെ സിനിമയുടെ പേരാണ് കാസർഗോഡ്. അപ്പൊ ശരിക്കും സ്ഥലം എവിടെ? പട്ടാമ്പി. പട്ടാമ്പിക്കാരിയാണ്. ഞാനാണെങ്കിലേ പെട്ടെന്ന് കുറച്ച് നേരത്തെ വന്നതിന്, പക്ഷെ ഞാൻ അവിടെ പാചകം ചെയ്തിട്ടുണ്ടപ്പോ എന്റെ കയ്യിൽ എണ്ണ വീണു. എന്തോ പാചകം എവിടെ ചെയ്തു? ഞാൻ അരിഞ്ഞോണ്ടിരുന്നപ്പോ അവിടെതാണോ പാചകം ചെയ്തത് അല്ലേ? അല്ല, ഞാൻ വെറുതെ ഒന്ന് ഒരു ഇത് ഉണ്ടാക്കി നോക്കി. ഞങ്ങൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇത് കൂട്ടുകറിയല്ലേ? ഒരു 10 ഐറ്റം ഇതുവരെ ഉണ്ടാക്കി. 10 ഐറ്റത്തിൽ എല്ലാ റെസിപ്പിയും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാധനം മിസ് ചെയ്യും. ഇതിലൊന്നും മിസ്സായില്ലല്ലോ. മിസ് ചെയ്ത സാധനം ഞാൻ അങ്ങ് ഒഴിവാക്കി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. ഞാൻ ഇത് ജസ്റ്റ് പോയിട്ട് ഞാൻ ബാക്കി പറയാം. എപ്പോഴും ഞാൻ സ്റ്റേ ചെയ്യുന്നോണ്ടാണ് വഴക്ക് പറയുന്നത്. അത് എനിക്ക് തന്നെ ഇപ്പൊ സങ്കടം. ഇത് കഴിഞ്ഞിട്ട് ഒരു അത് പിന്നെ ഞാനിത് കഴിച്ച് ഇങ്ങനെ കഴിച്ചു, എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഷെഫിന്റെ ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പൊടിക്കൈകൾ വല്ലതും അറിയാവോ? ഇപ്പൊ ഓണസദ്യക്ക് ഇഷ്ടമല്ലേ? ഓണസദ്യ കഴിക്കുമ്പോൾ ചിലപ്പോ ഷുഗർ ഉള്ളവർക്ക് ചിലപ്പോ ഈ ശർക്കര വരട്ടി ഇലത്തിലൊക്കെ അറിയാവോ? ശർക്കര വരട്ടി എന്താണെന്ന് അറിയാവോ? അറിയാം, കേട്ടിട്ടുണ്ട്. ശർക്കര വരട്ടി കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ശർക്കര വരട്ടി നമുക്ക് ഷുഗർ ഉള്ളവർക്ക് ചിലപ്പോ മധുരമാണ്, അത് കഴിക്കാൻ പാടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു പൊടിക്കൈ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര പെരട്ടാതെ കാവർത്തെടുത്താൽ. ഓ, അങ്ങനെ ഭയങ്കര ആരും കേൾക്കണ്ട. അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് നാൾ ചിലപ്പോൾ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. അതിന് നമുക്ക് ഉഗ്രം പൊടിക്കൈ കൊടുക്കാം. ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് എന്താ? നമുക്ക് ഒന്നെങ്കിൽ ഗ്യാസ് തീരുന്നതിന് മുമ്പ് വേറൊരു കുറ്റി എടുക്കുക, അല്ലെങ്കിൽ 2 കുറ്റി എന്താ മാളവിക? ഇതുപോലെ ഞാൻ വെറുതെ ഒരു കുസൃതി ചോദ്യം കൂടി ചോദിക്കാം. ഷെഫ് ഒന്ന് ശ്രദ്ധിച്ചു. ആൻസർ പറഞ്ഞ ഗിഫ്റ്റ് ഉറപ്പാണ്. എന്റെ കൂട്ടുകറിയാണ്. അല്ല, ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടുകറി കൊടുക്കുന്നതാ. കൂട്ടുകറി എന്തായാലും നമ്മൾ കൊടുക്കുമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നല്ല ചോദ്യമാണ്. ചിലപ്പോ മാളവിക പെട്ടെന്ന് ആൻസർ പറയും, ബുദ്ധിയുള്ളവർ പെട്ടെന്ന് പറയും. അതായത് നമ്മുടെ മുഖത്ത് ഒരു കുരുവുണ്ട്. മുഖത്ത് ഒരു കുരു, ഒറ്റ ഒരു കുരു. ശരി, ഒരു പേന മാളവിയുടെ കയ്യിൽ തന്നു. മാളവിയുടെ മുഖത്തൊരു കുരുവുണ്ട്. ഒരു പേന മാളവിയുടെ കയ്യിൽ തന്നു. ഈ പേന കൊണ്ട് ഈ കുരു റിമൂവ് ചെയ്ത് കളയണം, ഓടിക്കണം. ഈ കുരു കളയണം. കുസൃതി ചോദ്യാണേ. ഒരു പേന തന്നു, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ പേന കൊണ്ട് ഈ കുരു കളയണം. ഷെഫിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഷെഫ് അവിടെ അത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ചു, കുസൃതി ചോദ്യാണ്. അതെ, കുരു കളയണം അവിടുന്ന്, കുരു പോണം അവിടുന്ന്. എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ചു? പറഞ്ഞോട്ടെ, സമ്മാനം ഇല്ലേ? കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഷെഫിന് ആലോചിച്ച് വല്ലതും കിട്ടിയോ? ഇല്ല, കിട്ടില്ല. അതായത് എല്ലാം ഞാൻ തന്നെ എപ്പോഴും പറയും. പേന ഉണ്ടല്ലോ, പേന നമ്മളിപ്പോ ഒരു കുരുവുണ്ട്. അപ്പൊ പേന എടുത്തിട്ട് ഇവിടെ വി എന്ന് എഴുതണം. അപ്പൊ കുരുവി പിന്നെ അവിടെ ഇരിക്കല്ലേ, പറന്ന്. ഓ, കൊള്ളാം, ഇത് പുതിയതാണ്. ഒരെണ്ണം കൂടെ ചോദിക്കാം. അതായത് ഒരു ആനയും ഒരു വടിയും കൂടി ചായ കുടിക്കാൻ പോയി.
ആനയും വടിയും. ആ ചായ കുടിക്കാനായിട്ട് പോയി. ആനയും ഒരു വടിയും കൂടെ പിടിച്ചടക്കണ വടി. ആനയും വടിയും കൂടി ചായ കുടിക്കാൻ പോയി. 2 ചായ, ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. 2 പേരും കഴിച്ചു. 2 പേർക്കും 100 രൂപ വീതം ബില്ലായി. ശരി. ആന അപ്പൊ തന്നെ പേഴ്സിൽ നിന്ന് കാശെടുത്ത് തുമ്പിക്കൊണ്ട് എന്റെ 100 രൂപ അത് കൊടുത്തു. വടി കാശ് കൊടുക്കാതെ ആനയുടെ കൂടെ അങ്ങ് പോയി. എന്താ കാര്യം? കുസൃതി ചോദ്യമാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ആന കാശ് കൊടുത്തു, 100 രൂപ പേ ചെയ്തു. വടി കാശ് കൊടുക്കാതെ ആനയുടെ കൂടെ ഡംബീസിൽ ഇങ്ങനെ നടന്നങ്ങ് പോയി. ടഫാണല്ലോ. സിമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ല, അറിയില്ല. ഇത് കിട്ടിയോ? ഷെഫിന് കിട്ടിയോ? കിട്ടിയില്ല. പറഞ്ഞു ഇതാണ് ആന കാശ് കൊടുത്തു, പക്ഷെ അവിടെ മതിലേലി സ്റ്റിക് നോ വിൽസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എനിക്ക് കുറച്ച് പരിപാടി നേരത്തെ ഇത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും എവിടുന്ന് കിട്ടിയാന്ന് പറഞ്ഞാൽ രാജേഷേട്ടൻ പറഞ്ഞു തന്നാണ്. ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അടുത്ത റെസിപ്പി എങ്കിലും കറക്റ്റ് ആക്കി തരണേ. തീർച്ചയായിട്ടും. ശരി. അയ്യോ, കുഴക്കുന്ന ചോദ്യങ്ങൾ പോയി. ഇതിന്റെ ഇടയിൽ നമ്മൾ കുറച്ചുകൂടെ പരിപാടിയൊക്കെ ചെയ്ത് ഓട്സ് ഇട്ടു അല്ലേ? ആദ്യം വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക്, അതുപോലെ ഉഴുന്ന് പരിപ്പ്, മുളകും കറിവേപ്പിലയും ഓട്സും തേങ്ങയും കൂടെ ആണ് കേട്ടോ. ഇത് രണ്ടിന്റെയും കൂടെ ആണ്. ഓട്സും തേങ്ങയും കൂടെ റോസ്റ്റ് ചെയ്തിടുകയാണ്, സ്ലോ റോസ്റ്റ് ചെയ്ത്. അപ്പോൾ തേങ്ങയുടെ ഒരു പ്രത്യേക ആരോമയാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കുമ്പോൾ. അതുപോലെ ആ ഓട്സും കൂടെ ആകുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ. നമ്മൾ കറിയൊക്കെ കുറുകി ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇതിനകത്ത് തേങ്ങയില്ല, കടലയും പയറും കൂടെ അരച്ചരപ്പും ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ മാത്രമാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ ചപ്പാത്തി. ഇത് ഇങ്ങനെ ഡയറ്റൊക്കെ കഴിക്കുന്നവർക്ക് പറ്റിയൊരു ഡിഷാണ്. കുറേ പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതല്ലേ. ഞാൻ കറക്റ്റ് സ്ഥലത്താണ്. എപ്പോഴെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇതേപോലെയൊക്കെയുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് പുതിയ പുതിയ ഫ്ലേവർ ഇത് ആയി. ഇതിങ്ങനെ വറുത്തങ്ങിടുകയാണ്. ഓട്സ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പല ഡിഷുകൾ ഉണ്ടാക്കാം. പായസമൊക്കെ ഉണ്ടാക്കുമ്പം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് ഓട്സ് കോക്കനട്ട് പംകിൻ കൂട്ടുകറി. റെഡിയായി. അപ്പോൾ ഇതിന്റെ റെസിപ്പി ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യം തന്നെ ചേന, അതുപോലെ മത്തങ്ങ, കറി കുക്കുമ്പർ, വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച്, അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കുക. അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിന് ശേഷം അതിൻ്റെ രുചി കൂട്ടാനായിട്ടാണ് കടലയും പയറും കൂടെ നമ്മൾ ബോയിൽ ചെയ്ത് നേരത്തെ വെക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കുക്കറിലൊക്കെ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ കഷ്ണങ്ങളോടൊപ്പം അത് വെന്ത് ഒരു പകുതി ആകുമ്പോൾ ഈ കടലയും പയറും കൂടെ ചേർത്ത് വെക്കുക. പകുതി കടലയും പയറും, വെന്ത കടലയും പയറും കൂടെ മിക്സിയിലൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിനെ ഒരു കൊഴുപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് തേങ്ങ അരയ്ക്കാത്തൊരു കറിയാണ്. ആ അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉഴുന്ന് പരിപ്പും കൂടെ പൊട്ടിക്കുക. അതിലേക്ക് വത്തൽമുളകും കറിവേപ്പില ഇടുക. ആവശ്യത്തിനുള്ള തേങ്ങാപ്പീരയും സെയിം അളവിലുള്ള ഓട്സ് കൂടി ഇട്ട് ചെറിയ ചൂടിലിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് മുരിഞ്ഞ് നല്ലൊരു ചുമന്ന നിറം എത്തുമ്പം ഈ കറിയിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതൊരു കൂട്ടുകറിയായിട്ട് ഇലയിൽ ഊണിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും അല്ലേ? മാളവികയുടെ ഹോബി എന്തൊക്കെയാണ്? എനിക്ക് സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന ലാംഗ്വേജ് ഒന്നുമില്ല, എല്ലാ ലാംഗ്വേജിലും. ഏത് ജോണറിലൊക്കെ ഉള്ളതാണ്? റൊമാൻസ് കോമഡിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ ആണെങ്കിലും സീരീസ് ഒക്കെ കാണും, കുറെ സൈഫൈ സീരീസുകളും. അങ്ങനെ വെറുതെ ഇരിക്കാറില്ല, എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും എപ്പോഴും. ഞാൻ ഷെഫിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഷെഫിന് സിനിമയെ പറ്റി ഭയങ്കര നോളേജ് ആണല്ലോ. എല്ലാ സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ പറ്റിയും ക്യാമറയുടെ ഫ്രണ്ടിനെ പറ്റി എല്ലാം ഷെഫിന് ഭയങ്കര നോളേജ് ആണല്ലോ. സിനിമ അഭിനയിച്ചു കഴിഞ്ഞു. പുതിയ 2 സിനിമയുടെ വരാനുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള പാഷൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു താരമായിട്ട് മുഴുനീളമായിട്ട് അഭിനയിക്കാനുള്ള ഒരിക്കലും ഇപ്പം എനിക്ക് കുറേ റെസ്റ്റോറൻറ്റ്സ് പല രാജ്യങ്ങളിലായിട്ട് വരികയാണ്. അപ്പോൾ ഒരിക്കലും ഇത്രയും അതൊരു ബിസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഇടയിൽ എന്തായാലും അത് നിർത്തിയിട്ട് നമുക്ക് അഭിനയിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ എപ്പോഴാണോ സമയം കിട്ടുന്നത് അതിൻ്റെ ഇടയിൽ പിന്നെ സിനിമ കാണുക എന്നുള്ള ചെറുപ്പം മുതലേ കണ്ട് ഇഷ്ടപ്പെട്ട് ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് പറഞ്ഞ പോലെ റോഷൻ സാറൊക്കെ ആയിട്ട് മണിക്കൂറോളം നമ്മളിരിക്കും. അത് ഇരിക്കുമ്പോൾ എല്ലാ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു ടീച്ചറാണ് ആക്ച്വലി. ഞാൻ പറയും, സാറേ എപ്പോഴാണോ നിങ്ങൾ റിട്ടയർഡ് ചെയ്യുക അപ്പോൾ ഒരു അക്കാഡമി തുടങ്ങണം. സിനിമയുടെ ഒരു ഭയങ്കര ടെക്നിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെർഫെക്ഷനിസ്റ്റ് ടെക്നിക്കൽ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്. പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ പോകാറുണ്ട്. ബുക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോകണം. പുള്ളിയുടെ തിയേറ്റർ, പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത്, ഈ വായന, അതേപോലെ എഴുത്ത്, അതൊക്കെ ഞാൻ പറയുന്നത്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഒരു ഡെബ്യൂ മൂവി ഉദയനാണ് താരം
ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ആദ്യത്തെ ഒരു ഡയറക്ടർ വന്ന് അതുപോലെ ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്ട് എടുത്തിട്ട് ലാലേട്ടനെയും ശ്രീനേട്ടനെയും ഒക്കെ വെച്ചിട്ട് ഒരു ഫസ്റ്റ് മൂവി ചെയ്യാൻ മൂവി കാണുമ്പോ അല്ലേ അത് ഡെബ്യൂ ഡയറക്ടറാന്ന് തോന്നൂല്ല നമുക്ക്. അതെ, തോന്നില്ല. അത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് അവരുടെ ആ ഒരു സിനിമ നോളജ് എന്നൊക്കെ പറഞ്ഞാൽ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയ നോളജ് കിട്ടുന്നത്. അതെ. നമ്മുടെ ഓട്സ് കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇത് പക്ഷെ ഇപ്പൊ കഴിക്കാനായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. So good. താങ്ക് യു സോ മച്ച് മാളവിക. നമ്മുടെ ഓണം സമ്മാനമായിട്ട് ഇവിടെ വരികയും ഇത്രയും വിശേഷങ്ങൾ പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഈ വരുന്ന വർഷം മുഴുവൻ ഒരുപാട് ഹാപ്പിനെസ്, അതുപോലെ ഇഷ്ടപ്പെട്ട നല്ല നല്ല വേഷങ്ങൾ തേടിയെത്തട്ടെ. മൾട്ടി ലാംഗ്വേജിലും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അപ്പോൾ വരുന്ന വർഷമെല്ലാം മാളവികയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുകയും നല്ലൊരു ഹാപ്പി ഓണം എൻ്റെ പേരിലും ഫ്ലവേഴ്സിൻ്റെ പേരിലും പറയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഓണാശംസകൾ പറയാം. ഈ ഓണത്തിന് ഷെഫിൻ്റെ അടുത്ത് ഒരു കിഡിലൻ ഐറ്റം ട്രൈ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. സോ താങ്ക് യു സോ മച്ച് ഫ്ലവേഴ്സ് ആൻഡ് ഷെഫ് ഫോർ ഹാവിങ് മീ ഹിയർ. പിന്നെ ഫ്ലവേഴ്സിൻ്റെയും ഷെഫിൻ്റെയും എല്ലാ ഫാൻസിനും ഓഡിയൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച് മാളവിക. ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളെ, കോ-പവർഡ് ബൈ മിൽക്കി മിസ്റ്റ് കൗഗി, കോക്കറോട്ട്സ്, സൺഡിപ്സ് ടീ ആൻഡ് ഡബിൾ ഹോസ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞൊരു ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്.